ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. സർവ നന്മകളുടെയും ഉറവിടം പ്രപഞ്ച സൃഷ്ടാവിലാണ്. എന്നാൽ ചിലർ ഈ സങ്കല്പത്തെ ചോദ്യം ചെയ്യുന്നു. നന്മ ഈശ്വര സൃഷ്ടിയാണെങ്കിൽ പാപസ്വഭാവവും തിന്മ ചെയ്യാനുള്ള പ്രേരണയും ആരാണ് സൃഷ്ടിച്ചത്? രോഗം, ദുഃഖം, പെട്ടെന്നുള്ള മരണം ഇവ മനുഷ്യനിൽ വരുത്തുന്നത് ആരാണ്? പാപസ്വഭാവങ്ങൾ ദൈവസൃഷ്ടിയുടെ ഭാഗമാണ്. ഒരിക്കൽ ശ്രീബുദ്ധനോട് ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു, തിന്മയും ദുഷ്ടതയും സൃഷ്ടിച്ചത് ഈശ്വരനാണോ? അതിനുള്ള സമർത്ഥമായ മറുപടിയും അദ്ദേഹം നൽകി. ഇരുട്ടുമുറിയിൽ ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കുക. അതിൽ നിന്നും കുറച്ചകലെയായി നിങ്ങളിൽ ഒരാൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പുറകിൽ കാണുന്ന നിഴൽ വിളക്കിൻ്റെ സൃഷ്ടിയാണെന്ന് പറയുന്നത് ശരിയാണോ? വിളക്കിനോട് നിങ്ങൾ അടുക്കും തോറും നിഴലിൻ്റെ ദൈർഘ്യം കുറയുന്നതായും കാണാം. വെളിച്ചം ഈശ്വര ചൈതന്യത്തിൻ്റെയും അതിനടുത്തിരിക്കുന്ന വസ്തു മനുഷ്യൻ്റെയും, നിഴൽ തിന്മയുടെയും പ്രതീകങ്ങളാണ്. വെളിച്ചത്തിൽ നിന്ന് അകന്നു പോകുന്തോറും ഇരുട്ടിൻ്റെ, നിഴലിൻ്റെ ദൈർഘ്യവും കൂടുന്നതായി കാണാം. എന്നാൽ വെളിച്ചത്തോട് അടുക്കുന്തോറും ഇരുളിൻ്റെ അഥവാ തിന്മയുടെ ശക്തി ഇല്ലാതാകുന്നു. ദൈവിക ചൈതന്യമാകുന്ന വെളിച്ചത്തോട് കൂടുതൽ അടുക്കൂ. അപ്പോൾ തിന്മയുടെ ശക്തിയാകുന്ന ഇരുൾ ഇല്ലാതാകും. വെളിച്ചത്തിൽ നിന്ന് അകലുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഇരുളിൻ്റെ പിടിയിൽ അമർന്ന് കഴിയുന്നവരല്ലേ നമ്മിൽ പലരും. യഥാർത്ഥത്തിൽ തിന്മ മനുഷ്യ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കുക. തിന്മയ്ക്കടിമയായി കഴിഞ്ഞ മനുഷ്യൻ്റെ പാപമോക്ഷമാണ് ക്രിസ്തു കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം. പാപമരണത്തെ അവൻ ക്രൂശിൽ കൊന്നിട്ട് നമുക്ക് ശാപമോക്ഷം നേടിത്തന്നു. സകല മാനവകുലത്തിനും രക്ഷ നേടിത്തന്നു. അതിനാൽ പാപമോചനത്തിനായി ഒരു വഴി മാത്രമേയുള്ളൂ. ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിനോട് അടുത്തു ചെല്ലുക. യാക്കോബ് 4:8. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.